ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുനിയറ കാണാൻ പോവാട്ടോ. അപ്പോൾ വാവച്ചിനെ ഫസ്റ്റ് ടൈമാണ് വാവച്ചിനെ മുനിയറ കാണിക്കാനായിട്ട് പോകുന്നത്. എവിടെയാണ് പോകുന്നത് വാവച്ചി? അപ്പം നമ്മുടെ മറയൂരിൽ മുനിയറ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മളിപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. മുനിയറ കാണുന്നതിന് മുന്നേ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പം പണ്ട് വർഷങ്ങൾക്ക് മുന്നേ മുനിമാരൊക്കെ ഉണ്ടല്ലോ, സന്യാസികളൊക്കെ ഇവിടെ വന്ന് തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മുനിയറയിലാണ് അവർ തപസ് ചെയ്താക്കണമെന്ന് പറയുന്നത്. അതെ, ഒരാളും കൂടെ വന്നിട്ടുണ്ട് മുനിയറ കാണാനായിട്ട്. വേറൊരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ പഞ്ചപാണ്ഡവന്മാർ വന്ന് അവിടെ ഒളിഞ്ഞ് താമസിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടാക്കണേ. അതിൽ ഏതാ ശരിയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. അതെ, അങ്ങനെ നമ്മളിവിടെ എത്തി. ഇത് ഓഫ് റോഡ് പോകുന്ന സ്ഥലമാണ് കേട്ടോ. അതെ, ഒരു ജീപ്പ് പോകുന്നുണ്ടോ? ഇത് കണ്ട പോകുമ്പോൾ പേടിയാകൂലോ അല്ലേ? നീ പോയിട്ടുണ്ടോ? അപ്പോൾ ഇതേ കണ്ടോ, ജീപ്പ് പോയ വഴിയാണ് ഇതൊക്കെ. അപ്പം ഓഫ് റോഡ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ പോകാം, പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഓഫ് റോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്, ഇവിടെ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഈ സ്ഥലത്തെത്തി. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് മുരുകൻപാറ. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് റോഡിനൊക്കെ പോകാൻ പറ്റും. നല്ലൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മുനിയറ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ വാവച്ചിയും വാവച്ചിയുടെ ഫ്രണ്ടും അമ്മയും ഞാനും വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മുനിയറ. ഇതേ കണ്ടോ വണ്ടി വരുന്നേ, ഓഫ് റോഡ്. ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങനെ അല്ലേ? ഇതിന് എത്ര ടിക്കറ്റ് പ്രൈസ് അറിയോ? ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടല്ലേ? ഇതുണ്ടോ, ഇവിടെ ഇരുന്നോ. അവച്ച് വേണമെങ്കിൽ കുറച്ച് നേരം ഇരുന്നോ. വന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇരുന്നോ. അവച്ചിരിക്കണ്ടോ? പ്ലേസ് സൂപ്പറാണോ? അപ്പൊ വരുമ്പോ നമുക്ക് കൊണ്ടുവരാട്ടോ. അപ്പൊ വരുമ്പോഴേ നമുക്ക് കൊണ്ടുവരാട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? അപ്പൊ ഇത് കണ്ടോ, മുനിയറയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ മുനിയറ ഇവര് പ്രൊട്ടക്ട് ചെയ്തേക്കാണ് ഇങ്ങനെ വല കെട്ടിയിട്ട്. കാരണം ഇപ്പൊ കുറേ പേര് മുനിയറ നശിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇവരിങ്ങനെ മുനിയറ സ്പോയിൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു മുനിയറ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിൽ കയറാൻ പറ്റും, നോക്കട്ടെ. ഉള്ളിൽ കയറാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുറ്റും. കണ്ടോ, ഇഷ്ടം പോലെ മുനിയറകളുണ്ട്. അപ്പോൾ എല്ലാവരും സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ് വലയൊക്കെ വെച്ച്. അല്ലെങ്കിൽ ആൾക്കാർ കയറി നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ കണ്ടോ. അപ്പോൾ മുനിയറകൾ കാണാത്തവർ നമ്മുടെ മറിയിൽ വരുമ്പോൾ വന്ന് കാണാം കേട്ടോ. എങ്ങനെയുണ്ട് മുനിയറ? കൊള്ളാവാ? അടിപൊളിയാണോ? നിൽക്ക് ഒറ്റയ്ക്ക് വേണ്ട, നമ്മുടെ കൈ പിടിച്ചോ. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഇതാണ് മുരുകൻപാറ അമ്പലം. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ പാറയ്ക്ക് മുരുകൻപാറ എന്ന് പേര് വന്നത്. ഇത് മുരുകൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുരുകൻ്റെ അമ്പലം മാത്രമല്ല, കുരിശുമലയും കൂടിയുണ്ട്. അതേ കാണുന്നതുണ്ടോ, അതാണ് കുരിശുമല. അപ്പോൾ ആരെങ്കിലും മറിയരൊക്കെ വരുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ മുരുകൻപാറ കയറണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നടന്നും വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീപ്പ് എടുത്തും വരാം ഓഫ് റോഡായിട്ട് കേട്ടോ. എരച്ചിൽപ്പാറ എവിടെയാ? വെള്ളമില്ല. പക്ഷേ ദേ അവിടെ കണ്ടോ, അതാണ് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. പക്ഷെ ഇപ്പോൾ വെള്ളമില്ല.
എന്തുകൊണ്ട് ഇരച്ചിൽപ്പാറയിൽ അങ്ങനെയല്ല, ഇരച്ചിൽപ്പാറ സൗണ്ടാണ് അവിടെ. ഇപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയും ടൂറിസ്റ്റുകാർ ഇഷ്ടം പോലെ വന്നേനെ അല്ലേ. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light. Pull stars from the sky, just two hearts running wild. ഇതാ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാന്തല്ലൂർ ഇത്തിരി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഓപ്പോസിറ്റ് കാണാൻ പറ്റുന്നില്ലേ, ആ വെള്ളയായിട്ട്, അതാണ് കാന്തല്ലൂർ ഭാഗം. അവച്ച് എന്താ എഴുതാൻ പോകുന്നേ? എഴുതിക്ക്, ഈ വാനിത ലിൻസിന് എഴുതിക്കേ അവച്ചി. ദേ ഇതെന്താ നോക്കിക്കേ, ദിവ്യ ലിൻസ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ദിവ്യ ലിൻസിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ അവച്ചി? സബ്സ്ക്രൈബ്. പോവാം ബാ. ഞാൻ എഴുതി ഇവിടെ. എന്താ എഴുതണ്ടേ? എങ്ങോട്ടാ പോകുന്നേ? തന്നെ ഒറ്റയ്ക്ക് കയറി. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ഇപ്പം ഏകദേശം ഒരു 6 മണിയായി. അപ്പോൾ ഇനി നമുക്കിവിടെ വെളിച്ചമൊക്കെ കുറയിനി. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു മുനിയറ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ. ഇതിലവർ ചുറ്റും വല കെട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റി. അപ്പം ഇതാണ് മുനിയറേൻ്റെ പുറം ഭാഗങ്ങൾ കേട്ടോ, പുറം വശം. ഇത് ചെറിയൊരു മുനിയറയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മുനിയറയുടെ ഉൾഭാഗം, കണ്ടോ? ഇതാണ് കേട്ടോ. ഇവിടെയാണ് പണ്ടത്തെ ആൾക്കാർ വന്ന് ഒളിഞ്ഞു താമസിച്ചതും തപസ് ചെയ്തതൊക്കെ എന്നാണ് കേട്ടത്. കേട്ട അറിവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ്. അങ്ങനെ ഒരേ ഒരു മുനിയറ മാത്രമാട്ടെ ഇവരിങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടേക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിൽ മാത്രം കയറാൻ പറ്റിയത്. സോ നമുക്ക് പോവാം. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി. അപ്പം ഇതാണ് നമ്മുടെ മുനിയറ ഭാഗത്തുള്ള വ്യൂ ഒക്കെ. ഇപ്പോൾ ജീപ്പൊക്കെ കിടപ്പുണ്ട്. കുറേ ടൂറിസ്റ്റുകാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് 10 ദിവസം ഓൺ ലീവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ വാവച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് കാണിച്ചു. വാവച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് മുനിയറയൊക്കെ. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇഷ്ടംപോലെ മുനിയറ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് മുനിയറ? ഇഷ്ടപ്പെട്ടോ കണ്ടിട്ട്? പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ മുനിയറകളുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം ആ സമയത്ത് മുനിയറ ആരും വന്ന് നശിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നശിപ്പിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ വലയൊക്കെ ഇട്ട് കെട്ടിയിട്ടാക്കുന്നത്. അപ്പം നമുക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇപ്പം നമ്മൾ ഒന്നല്ലേ ഒരു മുനിയറയെ കണ്ടുള്ളൂ. അപ്പം അന്ന് എനിക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ മുനിയറകളും വ്ളോഗൊക്കെ എടുക്കാമായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൻ്റെ ബാക്കിലുണ്ടായിരുന്നു മുനിയറകൾ. അപ്പം നമ്മുടെ ഇടയ്ക്ക് ബ്രേക്കിനൊക്കെ ചുമ്മാ അവിടെയൊക്കെ പോയി ഒക്കെ ഇരിക്കുമായിരുന്നു. അതൊരു കാലം. നമ്മളിപ്പോൾ പോയ സ്ഥലത്ത് മാത്രമല്ല മുനിയറ ഉള്ളത്, വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് മുനിയറ. പിന്നെ പൈസ്നഗർ പാറയിലുണ്ട്, പിന്നെ ഇഷ്ടംപോലെ സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മറയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ എങ്ങനെ പോയി കാണുക കേട്ടോ. അപ്പം ഒരു രസം, ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും. ഇപ്പം ഞാൻ കുറേ നാളിങ്ങനെ കണ്ട് എനിക്ക് വലിയ ഇതില്ല. കാരണം വാവച്ചീനെ എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. വാവച്ചിക്ക് ഈ സമയത്ത് ഓർമ്മയൊന്നും കാണില്ല വലുതാകുമ്പോൾ. എന്നാലും ഇത് എനിക്കിത് കാണിക്കണമെന്നുണ്ടായിരുന്നു അവളെ. അപ്പം ഞാനിങ്ങനെ പണ്ട് പോയ സ്ഥലങ്ങളൊക്കെ വാവച്ചിനെ കാണിക്കുമ്പോൾ എനിക്കൊരു നൊസ്റ്റാളജി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി വാവച്ചി കുറച്ചും കൂടെ വലുതാകുമ്പോൾ വാവച്ചി പോകുമ്പോൾ വാവച്ചി ശരിക്കും മനസ്സിലാകും. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ വന്ന് കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.